സിനോജ് തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സിനോജ്, ആധിയും ആശങ്കയും കൊണ്ട് സമരത്തിനിറങ്ങിയതിന്റെ പേരിൽ പോലീസ് വഴിയിലൂടെ വലിച്ചിഴച്ച മനുഷ്യരെ പോലും വീണ്ടും ഈ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും മാധു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകാനിരുന്ന പ്രദേശത്തെ ജനങ്ങളെല്ലാം ആശ്വാസത്തിലാണ്. കഴിഞ്ഞ 5.5 വർഷമായുള്ള കാത്തിരിപ്പാണ് ഇന്ന് സഫലമാകുന്നത്. കോഴിക്കോട് കാട്ടിൽപീടിക പോലുള്ള സ്ഥലങ്ങളിൽ ഇന്നും സമരപ്പന്തലുണ്ടായിരുന്നു. ഇന്നാണ് ജനങ്ങൾ അവിടെ നിന്ന് ആശ്വാസത്തോടെ പിരിഞ്ഞുപോയത്. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയുമാണ് അവർ ഈ ദിനം ആഘോഷിച്ചത്. കാരണം ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ കാട്ടിൽപീടിക പോലുള്ള കേരളത്തിലെ മിക്ക സമരപ്പന്തലും അദ്ദേഹം നേരിട്ടെത്തി ഈ വിഷയം പഠിച്ച് ഈ പദ്ധതി UDF അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്ന വാക്ക് അദ്ദേഹം നൽകിയിരുന്നു. അതാണ് ഇന്ന് ചേർന്ന 2ാമത്തെ ക്യാബിനറ്റിൽ തന്നെ നടപ്പാക്കിയിരിക്കുന്നത്. അതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങളുള്ളത്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ റവന്യൂ വകുപ്പിന്റെ ജീവനക്കാരെത്തി മഞ്ഞക്കുറ്റികൾ പിഴുതെടുത്ത് എറിയുന്ന ആ ദിവസത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. കാരണം വീടിന്റെ മുറ്റത്ത് വരെ കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ ഈ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിരുന്നു. മഞ്ഞക്കുറ്റി കാരണം മക്കളുടെ വിവാഹത്തിന് പോലും വായ്പ എടുക്കാൻ കഴിയാത്ത സ്വാഗതം ചെയ്യുകയാണ് സമരസമിതി.